ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മുടെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണേ. അപ്പോൾ ഇന്ന് 23-ാം തീയതി ബേബിയുടെ എക്സാം കഴിയാട്ടോ. അങ്ങനെ 2 മാസത്തെ വെക്കേഷൻ തുടങ്ങുകയാണ്. ലാസ്റ്റ് എക്സാം സയൻസാണ്. നല്ല ടഫാണ് കേട്ടോ അവൾക്ക് സയൻസും സോഷ്യലൊക്കെ. അപ്പോൾ 6:30-ക്കൊക്കെ എണീറ്റ് വിട്ടു അവളൊന്ന് പഠിച്ചു. അപ്പോൾ അമ്മ അടുക്കളയിൽ ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. വേദുട്ട നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ 7:30 ആകുമ്പോഴേ അവ എണീക്കുള്ളൂ. ഞാൻ എണീറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അവളുടെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെക്കും. അപ്പോൾ അമ്മയും ബേബിയും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് ചായ എടുത്തപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വിറകൊക്കെ ഫുള്ള് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലീനാക്കിയിരിക്കുകയാണ് അവിടെ. കാരണം ഏത് നിമിഷം ഗ്യാസ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. ഞങ്ങൾക്ക് ഗ്യാസ് വന്നു കേട്ടോ, വേറെ കാര്യം. പിന്നെ ഞങ്ങളുടെ ആ വീടിൻ്റെ തൊട്ടടുത്ത് വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അപ്പോഴാണ് അമ്മ പറഞ്ഞത് നമ്മുടെ മാങ്ങ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ മാങ്ങ വലുതായി പഴുപ്പിക്കാൻ വെക്കാറായി എന്നാണ് പറയുന്നത്. അപ്പം അമ്മ പറഞ്ഞു ഒന്ന് പൊട്ടിച്ച് വെക്കാം, നമുക്ക് പഴുപ്പിക്കാൻ വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അമ്മ കിണറ്റിൻ്റെ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കിണറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് ഈ ചെടികളൊക്കെ വളർന്നിട്ട് ഭയങ്കര ഇതായിട്ട് ക്ലീനാക്കാൻ ടൈമായി കേട്ടോ. കിണറൊക്കെ കുറേ കാലമായി ക്ലീനാക്കിയിട്ട് ആ ഉള്ളിൽ മണ്ണൊക്കെ എടുക്കാനൊക്കെ ആയി. അപ്പോൾ ഇതാ മാങ്ങ പൊട്ടിക്കണ്ടേ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. പൊട്ടിക്കാറായി എന്നാണ് പറഞ്ഞത്. ഇനി വല്ലാണ്ട് അങ്ങോട്ട് തൈകൾ ചിലപ്പോൾ പുഴുവൊക്കെ വരിക. അപ്പോൾ എന്നാൽ പൊട്ടിച്ച് വെക്കാം, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പഴുക്കുമല്ലോ, അപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ അതിലുണ്ടായ ആദ്യത്തെ മാങ്ങയാണ് കേട്ടോ അത്. അതിൻ്റെ സന്തോഷം കണ്ടു ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്തുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര അമ്മ നട്ട മാവാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഈ വീട് പണി ഇവിടെ തൊട്ടടുത്ത് നടക്കുന്ന പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് നോക്കാറില്ലേ, മതിൽ കെട്ടിയ ശേഷം നോക്കാറില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ നോക്കിയതാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട് കയറ്റണത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങി. അത്യാവശ്യം നല്ല മാങ്ങകൾ അവിടെ ഉണ്ടായിട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിലൊക്കെ ഇഷ്ടംമാതിരി മാങ്ങ ഉണ്ടായിരുന്നേ. പക്ഷെ ഒക്കെ വെട്ടി വേരൊക്കെ ഇങ്ങനെ അടി കൂടെ വന്ന് വീടിന് തന്നെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം വെട്ടിയിട്ടോ. അപ്പോൾ അമ്മ മാങ്ങയുടെ വീഡിയോ എടുത്തില്ലേ എന്നായിട്ട് ഈ ചോദിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അമ്മ ബേബിയുടെ മുടി കെട്ടാൻ പോയി കേട്ടോ. അമ്മയാണ് എപ്പോഴും അവൾക്ക് മുടി കെട്ടി കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഓടിച്ചു വിടുന്നത് ലോങ് വീഡിയോയിൽ ഞാൻ ഫുള്ള് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്സിൽ നമുക്ക് 3 സെക്കൻഡ് അല്ലേ 3 മിനിറ്റ് അല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അത്രേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇതാ 8:15 ആയപ്പോൾ ഞങ്ങളിതാ ബസ് കയറാൻ പോയി. 8:15 അവളുടെ ബസ് വന്നു. അങ്ങനെ ലാസ്റ്റ് എക്സാം ഇന്നത്തോട് കൂടി കഴിയും കേട്ടോ. പിന്നെ അവളെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അന്ന് ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവും ചായയും കൂടി കുടിച്ചു. അപ്പം അമ്മയ്ക്ക് ചാത്തന്നൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വേദനോട് ഉണ്ടോ ചോദിച്ചപ്പോൾ അവൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ഏട്ടൻ്റെ കൂടെ അമ്മയും ഏട്ടനും വേദും കൂടിയിട്ട് ചാത്തന്നൂർക്ക് പോയിട്ടോ. അതേ സ്പീഡിൽ ഇങ്ങോട്ട് വന്നു കേട്ടോ. പോയ കാര്യം പെട്ടെന്ന് നടത്തി അവർ വേഗം തിരിച്ചെത്തുമ്പോൾ അവന്റെ കയ്യിലെ സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മ വാങ്ങി കൊടുത്തതാ പറഞ്ഞേ. അപ്പൊ അമ്മ പറഞ്ഞു പഴംപൊരി വാങ്ങിയിട്ടുണ്ട്, ഇപ്പൊ തന്നെ കഴിച്ചോ. പഴംപൊരിയും കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ.